ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആഷിത ദേഷ്യത്തോട് കൂടിയിട്ട് മഹേഷിനെ ഇഷിതിനൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മഹേഷ് അവിടെ വന്നു പോയതിൻ്റെ അടി കിട്ടിയതൊക്കെ എനിക്കാണ്, അവരെന്നോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമില്ലല്ലോ, നിങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിച്ചാൽ പോരെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഇഷിത വരികയാണ്. ഇഷിത വരുമ്പോൾ ആഷിതനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവട്ടെ, ചേച്ചിന്ന് വിളിച്ച് ഓടിച്ചെന്നുണ്ട്. പക്ഷേ ആഷിത അത്ര മൈൻഡൊന്നും വെക്കുന്നില്ല. ഈ സമയത്ത് സുജിയും വരുന്നുണ്ട്. അപ്പോൾ ജോലി കിട്ടിയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ആഷിത വന്നത്. അപ്പോൾ ആഷിതയ്ക്ക് ജോലി കിട്ടി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും സന്തോഷിക്കേണ്ട കാര്യമില്ല, നിങ്ങളാരെയും ഞാൻ ഉപദ്രവിക്കാനും ബുദ്ധിമുട്ടിക്കാനൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വിഷമത്തോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇഷിതനോടാണെന്നുണ്ടെങ്കിലും അമ്മനോട് അച്ഛനോടൊക്കെ പറയുന്നുണ്ട്, നിങ്ങളൊന്നും ഇനി എൻ്റെ കാര്യം അന്വേഷിക്കേണ്ട, എൻ്റെ കാര്യം എനിക്ക് അന്വേഷിക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടും വിഷമത്തോടും ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് ആഷിത. അപ്പോൾ അത് കാണുമ്പോൾ ഇഷിത ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയച്ച ചേച്ചിക്കെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളന്ന് വന്ന് പോയതിൻ്റെ ഫലം അനുഭവിച്ചത് ആഷിതയാണെന്നാണ് അവൾ പറയുന്നത്. നിങ്ങൾ പോയതിന് ശേഷം മനസ്സിനെയല്ല ഈശ്വർ ആഷിതയെ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ അവൾ പറഞ്ഞു പോയതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയാൻ കേട്ടോ. ഇപ്പോഴും മനസ്സിനിക്ക് അവളെ ഉപദ്രവിക്കുന്നത് നിർത്താറായിട്ടില്ല എന്നൊക്കെ ഇഷിതിനോട് പറയുന്നുണ്ട്. ഇതേ സമയം രജനോട് ആകാശ് പറയാണ്, ഞാനൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കാത്തിരിക്കുകയാണ്, വിനോദ് മാളിയേക്കൽ നമ്മുടെ കൂടെ നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇനി ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. മഹേഷിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇനി വിനോദിൻ്റെ സഹായം കൂടെ നമുക്ക് വേണം, അതിന് നമുക്ക് ശ്രമിച്ചു നോക്കാമെന്നൊക്കെ പറഞ്ഞു കണ്ടിട്ട് വിനോദിനെ വിളിച്ചു വരുത്തി സ്വീകരിച്ചിരുത്താണ്. അതിനുശേഷം വിനോദ് മഹേഷിനെതിരാണ് എന്ന് വിചാരിച്ചിട്ട് രചന പറയുന്നുണ്ട്, വിവാഹത്തിന് ശേഷം ഞാൻ ആ വീട്ടിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കുറച്ചൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് വിനോദം അങ്ങ് ചൂടാവാണ് കേട്ടോ. നിർത്തടി എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേക്കാണ്. നിനക്ക് വേണ്ടത് എൻ്റെ ഏട്ടനെ ആയിരുന്നില്ല, ദീപനെയായിരുന്നു. ഇവനെ വേണ്ടിയിട്ടാണ് നീ എൻ്റെ ഏട്ടനെ കളഞ്ഞത്, അതിന് വേണ്ടിയിട്ട് നീ എൻ്റെ ഏട്ടനെ കുറ്റം പറഞ്ഞാലേ നിന്നെ ഞാൻ ശരിയാക്കും, മുഖടിച്ച് പൊട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വിനോദം അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് മഹേഷിനോട് രാമൻ ചോദിക്കുകയാണ്, ആ സമയത്ത് 70 കോടിക്കുള്ള പ്രോപ്പർട്ടി അതില്ല എന്നുള്ള ഒരു രഹസ്യം അത് ആര് പറഞ്ഞിട്ടാണ് ഇഷിത അറിഞ്ഞത്? ഇഷിതയ്ക്കൊക്കെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ സന്ദേശം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇഷിതയ്ക്ക് കറക്റ്റ് വ്യക്തമായിട്ടുള്ളൊരു അറിവ് കിട്ടിയിട്ട് തന്നെയാണ് ഇഷിത അത് പറഞ്ഞതെന്നുള്ളത് മഹേഷിന് മനസ്സിലാവാണ് കേട്ടോ. ഇത്രയാണ് പ്രമോദ് കാണിച്ചിട്ടുള്ള വീഡിയോ. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.